ഇവിടെ ഒരുത്തൻ അവന്റെ ഗേൾഫ്രണ്ടിന് സർപ്രൈസ് ആയി സ്കൈ വ്യൂ ടവറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാരണം ഇപ്പോഴാണ് ആ ടവർ പുതിയതായി പണി കഴിപ്പിച്ചത്. അവൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുപോയത്. എന്നാൽ അവൾ അത് കണ്ട് നല്ല ഹാപ്പി ആകുമെന്ന് വിചാരിച്ചാൽ അവിടെ വന്നത് മുതൽ മനസ്സിൽ എന്തോ തെറ്റായി നടക്കാൻ പോവാണെന്നൊരു തോന്നല്. ഇപ്പൊ ഇവൾ വിചാരിച്ച പോലെ തന്നെ അതിൽ കയറാൻ ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറിയാൽ ലിഫ്റ്റിന്റെ ഡോർ ശരിക്കും ക്ലോസ് ആകുന്നില്ല. കൈ കൊണ്ട് വലിച്ചാണ് ക്ലോസ് ആക്കുന്നത്. ഇങ്ങനെ പേടിച്ചുകൊണ്ട് തന്നെ 500 അടി ഉയരത്തിലുള്ള വ്യൂ പോയിന്റിലേക്ക് പോയി. അവിടെ വലിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയുള്ള എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നിൽക്കുന്ന ഫ്ലോറും ഗ്ലാസ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് പേടി കൂടിക്കൊണ്ടിരുന്നു. അപ്പോ തന്നെ ഒരുത്തൻ ഒരു ഷാമ്പയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്തു. ആ റൂമിന്റെ മുകളിലുള്ള ഒരു വിളക്കിൽ അത് ചെന്നിടിച്ച് അതിലുള്ള ഒരു ഗ്ലാസ് പീസ് നിലത്ത് വീണു. അത് വീണ സ്പീഡിൽ നിലത്തുള്ള ഗ്ലാസിൽ ഒരു വിള്ളൽ വീകാൻ തുടങ്ങി. അതേ ടൈമിൽ അതിന് മുകളിലുള്ള ഫ്ലോറിൽ ഒരു ചെറിയ പയ്യൻ കയ്യിലുള്ള കോയിൻ മുകളിൽ നിന്ന് താഴേക്കിട്ടാൽ എന്തു പറ്റുമെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് നിലത്തേക്ക് എറിഞ്ഞു. എന്നാൽ അത്രയും ആ ഹിറ്റിൽ കാറ്റടിച്ചതും നിലത്തേക്ക് പോകാതെ അടുത്തുള്ള ചെറിയ ഓട്ട വഴി ആ ടവറിന്റെ അകത്തേക്ക് തന്നെ പോയി. അവിടെയുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ കറങ്ങാൻ പറ്റാത്ത രീതിയിൽ നടുവിൽ പോയി കുടുങ്ങി. കുറച്ചു നേരത്തിൽ തന്നെ ആ ഫാനിന് കറങ്ങാൻ പറ്റാതെ അതിന്റെ ഫോഴ്സിൽ ലീഫ് ഒടിഞ്ഞ് അടുത്തുള്ള ഗ്യാസ് ലൈനിൽ പോയി തറച്ചു. ഗ്യാസ് ലീക്ക് ആകാൻ തുടങ്ങി. ഗ്യാസ് കുറച്ച് ലീക്കായി അടുത്തുള്ള ടവറിന്റെ മെയിൻ ഹാളിലേക്ക് തന്നെ പോയി. അതിനുള്ളിൽ മുകളിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വെയിറ്റ് താങ്ങാതെ ആ ഫ്ലോർ സ്ഥാപിച്ചിരുന്ന കമ്പി ആടാൻ തുടങ്ങി. കുറച്ചു നേരത്തിൽ തന്നെ വിള്ളല് വീണ ഗ്ലാസ് പൊട്ടിപ്പോയി. എല്ലാവരും താഴേക്ക് വീണു. കുറച്ചു നേരത്തിൽ തന്നെ ആ ഗ്യാസിന് തീ പിടിച്ച് ആ ടവർ ഫുള്ള് പൊട്ടിത്തെറിച്ച് വീണു. മൊത്തം വ്യൂ പോയിന്റും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പെണ്ണ് വിചാരിച്ച പോലെ തന്നെ അവളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ എല്ലാവരും മരിച്ചുപോയി.